പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തും പത്മവും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ ഒരു കോള് കാണുന്ന സമയത്തിന് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആണോ ശരിക്കും, എന്നിട്ട് അവനെ പിടികൂടിയോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ശ്രീകാന്തിന്റെ സന്തോഷം കാണുന്ന സമയത്തിന് എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിന് ആകാംക്ഷയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ പത്മം. എന്നിട്ട് എന്താ മോനെ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും മരുമകനായി വിളിച്ചു കയറ്റുവാൻ പെണ്ണ് കേസിൽ പെട്ടിട്ട് അകത്തായി എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് പത്മത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. പത്മം ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് നീ പറഞ്ഞത്, വിക്രം അകത്തായെന്നോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അമ്മേ, അവനൊരു ഫ്രോഡാണ് എന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. അവൻ ഒരിക്കലും നമ്മുടെ വേദമോൾക്ക് ചേരില്ല. അവന്റെ വീടിന്റെ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയത്ത് അവൻ അവിടെ കയറിയിട്ട് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ അവനെ കയ്യോടെ പൊക്കിയത് കൊണ്ട് തന്നെ അവനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് കേസിൽ അകപ്പെട്ടവനെയാണോ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ വേദമോൾക്ക് കണ്ടെത്തിയത് എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് പത്മം ആകങ്ങനെ പകച്ചു നിന്ന് പോവാണ്. വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലട പത്മത്തിന്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതും കേട്ടുകൊണ്ടായിരിക്കും ശങ്കരനാരായണനും ദീപ്തിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ദീപ്തിക്കാണെങ്കിൽ വിക്രമിന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര അറപ്പും ദേഷ്യമൊക്കെ തോന്നിപ്പോവാണ്. എന്നാൽ ശ്രീകാന്തിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണന്റെ സംശയം ശ്രീകാന്തിന് തന്നെയായിരിക്കും. ശ്രീകാന്തിന്റെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, വിക്രമിനെ ചതിക്കാൻ വേണ്ടി ശ്രീകാന്ത് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നാട്ടോ ശങ്കരനാരായണൻ ചിന്തിക്കുന്നത്. പത്മത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. പത്മം പറയുന്നതിന് പാവം എന്റെ ഇതെങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞ് ഒന്ന് സന്തോഷമായിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം. അമ്മേ വിക്രം ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യൂ അമ്മേ എന്നിങ്ങനെ പത്മം ചോദിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി പറഞ്ഞിട്ട് ഇല്ല, ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു പയ്യനല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. ശ്രീകാന്ത് ചോദിക്കുന്നത് എന്ത് ചതി നടന്നിട്ടുണ്ടെന്നാ മുത്തശ്ശി പറയുന്നത്. അല്ലെങ്കിലും അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശി കൂടെയുണ്ടല്ലോ. ഒരു തെറ്റും ചെയ്യാതെ വിക്രമിനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യോ? അതും തൊട്ടടുത്ത് താമസിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ വെച്ചുകൊണ്ടാണ് വിക്രത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അവൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശി കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവൻ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ ശ്രീകാന്ത് വിളിച്ചു പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയാതെ മുത്തശ്ശി തല താഴ്ത്തിയിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. മുത്തശ്ശിക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശി ഏതായാലും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാണ്. ഈ സമയത്തിന് ശങ്കരനാരായണൻ ഇങ്ങനെ പത്മത്തിനോട് പറയുന്നുണ്ട് ഇനി ഇതും കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പാവം എന്റെ വേദമോൾക്ക് എന്തിനാ ദൈവം ഇങ്ങനൊരു വിധി കൊടുത്തത് ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരിക്കട്ടെ ശങ്കരനാരായണൻ. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും. വിക്രമിനെ പോലീസുകാരെല്ലാം തന്നെ അകത്തേക്ക് സ്റ്റേഷന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ലോണം ഇട്ട് പെരുമാറുന്നുണ്ട്. പോലീസുകാരെല്ലാം തന്നെ അടിച്ചൊതുക്കിയിട്ട് ഒരു പരുവമാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടെ ആയിരിക്കട്ടെ സാബു എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നത്. സാബു എസ് ഐ വന്ന് പറഞ്ഞിരുന്നത് ഇനി നിങ്ങളെല്ലാവരും മാറി നിൽക്ക്, ഇനി ഞാനൊരു കൈപ്രയോഗം നടത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനിട്ട് അടിച്ചങ്ങൊതുക്കും. യാതൊരു തെറ്റും ചെയ്യാത്ത വിക്രമിനാണെങ്കിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ആകെ വിഷമത്തിൽ ഈ ഒരു അടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കായിരിക്കട്ടെ വിക്രം. വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട്. അങ്ങനെ കുറേ അധികം അടിച്ചൊതുക്കിയതിന് ശേഷം സാബി എസ് ഐ ഇങ്ങനെ വിക്രമിനോട് പറഞ്ഞിട്ട് ഇടാ നീ ഇനി എഴുന്നേറ്റിരിക്കടാന്ന് പറയും. അന്നേരം വിക്രം എഴുന്നേൽക്കാതെ എസ് ഐ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന സമയത്തിന് സാബു എസ് ഐ പറഞ്ഞിട്ട് എടാ നിന്നോട് എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ വിക്രം അങ്ങ് എഴുന്നേറ്റിരിക്കുന്നതോടുകൂടെ തന്നെ വിക്രമിന്റെ ചെകിട നോക്കിയിട്ട് ഒരൊറ്റ അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നിർത്താതെ രണ്ട് കവളത്ത് അങ്ങ് മാറി മാറി അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിക്രമിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നൊക്കെ ഉണ്ട്. സാബു എസ് ഐന്റെ കൈത്താഴപ്പ് ഏതായാലും മുഴുവനായിട്ട് വിക്രമിന്റെ മേലങ്ങ് തീർക്കുന്നതോടുകൂടെ തന്നെ എസ് ഐ ആകെ ക്ഷീണിക്കും. വിക്രം ആകെ അങ്ങനെ ചതഞ്ഞിട്ടൊരു പരുവമായിട്ടുണ്ടാവും. എന്നിട്ട് എസ് ഐ പറയുന്നത് എടാ വിക്രം ഇനി നിന്നെ രക്ഷിക്കാൻ വരുന്നത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് നീ സാധാരണ അകപ്പെടുന്ന ചെറിയ പെറ്റി കേസൊന്നുമല്ല, ഇത് സ്ത്രീ പീഡനാണ്, സ്ത്രീ പീഡനം. നീ ആ രമ്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതും അവളുടെ വീട്ടിൽ കയറി ചെന്നിട്ട്. അവളുടെ കയ്യിൽ ആ ഒരു വീഡിയോ ദൃശ്യം തെളിവുള്ളത് കൊണ്ട് തന്നെ ഇനി നിനക്കൊരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എസ് ഐ ഇങ്ങനെ നിർത്താതെ ഇട്ട് അടിക്കാട്ടോ വിക്രമിനെ. എടാ ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനാ നിന്റെ വിധി, ഇനി നീ ഒരിക്കലും പുറം ലോകം കാണില്ല എന്നിങ്ങനെ സാബു എസ് ഐ വിളിച്ചു പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് സാറും കൂടെ ചേർന്നിട്ടാണ് എന്നെ ഇതിൽ അകപ്പെടുത്തിയത് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വിക്രം ആ ഒരു സത്യം വിളിച്ചു പറയുന്നതോടുകൂടി തന്നെ സാബു എസ് ഐ അങ്ങ് ടെൻഷനായിക്കൊണ്ട് മറ്റു പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞ് അവരോട് അവിടെ നിന്നങ്ങ് പോകാൻ പറയും. അങ്ങനെ മറ്റു പോലീസുകാരെല്ലാം അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം സാബു എസ് ഐ ഇങ്ങനെ വിക്രമിനോട് പറയുന്നത് അതേടാ ഞാനും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്ലേ നടത്തിയത്, ഞാൻ തന്നെയാണ് നിന്നെ ചതിച്ചത്, അത് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് തെളിയിച്ച് കാണിക്ക്. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രമിനങ്ങ് ദേഷ്യം വന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വിക്രം ഏതായാലും പോലീസുകാരന്റെ കഴുത്തിനങ്ങ് കയറി പിടിച്ചിട്ടും ഒരു അടി കൊടുക്കും. എന്നാൽ അത് കാണുന്ന സമയത്തിന് സാബു എസ് ഐന് ദേഷ്യം വന്നിട്ട് വേഗം ആ ഒരു വടി എടുത്തിട്ട് തലങ്ങും വിലങ്ങും നിർത്താതിട്ട് അടിക്കുന്നുണ്ട് വിക്രമിനെ. എടാ പോലീസുകാരുടെ ദേഹത്ത് കൈവെക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞത് വിലങ്ങനെ ഇട്ട് അടിച്ചിട്ട് ആകങ്ങനെ അവശനായിട്ട് അവിടെ അങ്ങ് കിടക്കുന്നുണ്ടോ വിക്രം. എന്നാൽ വിക്രമിനെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദയുടെ മനസ്സങ്ങ് പെടയുന്നുണ്ട്. ഇന്ന് രാത്രി ഏതായാലും ഒരിക്കലും സാബു എസ് ഐ വിക്രമിനെ ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്ന് വേദക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വിക്രമിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ വേദ ഇങ്ങനെ രാത്രിയിൽ പോലും പുറത്തേക്ക് ജനലിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്.
ഇതിന്റെ പിന്നിൽ കളിച്ചത് ശ്രീകാന്ത് ആയിരിക്കുമെന്ന കാര്യം വേദ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. വിക്രമിന്റെ ഈ ഒരു അവസ്ഥയിൽ ഒരു പോള പോലും കണ്ണടക്കാൻ കഴിയാതെ അന്നത്തെ ആ ഒരു രാത്രി അങ്ങ് ഇരുട്ടി വെളുപ്പിക്കാട്ടോ വേദ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തിന് വേദ പെട്ടെന്ന് വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി വരും. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ആരാണെന്നും എന്തുകൊണ്ടാണ് വിക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും ശ്രീകാന്തിന്റെ കരകൾ തീർച്ചയായിട്ടും ഇതിന്റെ പിറകിലുണ്ട് എന്നറിയാം. എന്നാൽ അച്ഛന് പോലും തനിക്ക് കൂട്ടുനിന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കട്ടോ വേദയുടെ വീട്ടിലേക്ക് പോലും പോവാൻ തീരുമാനിക്കുന്നത്. വേദ ഏതായാലും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിന് അങ്ങ് ദേഷ്യം വരും. സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, വീണ്ടും അവനെ പുണ്യാളനാക്കിയിട്ട് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനാണോ വേദ പോകുന്നത് എന്ന് ചോദിക്കും. എന്താ മോളെ, നിനക്ക് ഇതുവരെയായിട്ടും അവനെ മനസ്സിലായിട്ടില്ലേ? അവനെ സ്നേഹിക്കുന്നവരെ പോലും അവൻ ഇത്ര കാലമായിട്ട് വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൻ ഇങ്ങനെ വൃത്തികെട്ട ഓരോ തെറ്റ് ചെയ്ത് കൂട്ടിയിട്ട് നീ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. കുട്ടിക്ക് വിവരം വിദ്യാഭ്യാസം ഉള്ളതല്ലേ, കുട്ടിക്ക് എന്താ നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് ഏതൊരു കുറ്റവാളിയും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ അവകാശവും അധികാരമുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി ആ കാര്യം വിക്രം പറയാൻ നിന്നപ്പോഴേക്കും അച്ഛൻ അത് തടുത്തു. അതുകൊണ്ട് തന്നെ വിക്രമിന്റെ വായിൽ നിന്നും തന്നെ സത്യങ്ങൾ എനിക്കറിയണം. ഇന്നലെ രാത്രി എങ്ങനെയാണ് വിക്രം ആ വീട്ടിലേക്ക് എത്തിയതെന്നും എല്ലാവരും ചേർന്നിട്ട് എങ്ങനെയാണ് വിക്രമിനെ ചതിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തും. ആ സത്യമെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയാട്ടോ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് കമലമ്മയും മാഷൊക്കെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ വീണ്ടും പറയുന്നുണ്ട്, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വേദ ഏതായാലും നേരെ തന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിങ്ങനെ ഇറങ്ങുന്ന സമയത്തായിരിക്കും വിഷം പുറത്തിരുന്നിട്ട് ഇങ്ങനെ പത്രം വായിച്ചു നോക്കുന്നത്. ആ സമയത്തിന് വിക്രത്തിന്റെ ഫോട്ടോ അതിൽ കാണും. എന്നാൽ പത്രത്തിൽ വിക്രത്തിന്റെ ഫോട്ടോ കാണുന്ന സമയത്തിന് വിഷൻ ഏതായാലും അത് സുധാകര മാഷെ പോയി കാണിക്കുന്നുണ്ട്. എന്നിട്ട് സുധാകര മാഷ് ആ ഒരു പത്രം എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. വിഷൻ പറഞ്ഞിട്ട്, ദേ അച്ഛാ കണ്ടില്ലേ, വിക്രമിന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്, ബലാസംഗം പ്രതി പിടിയിൽ എന്നാണ് അതിന്റെ തലക്കെട്ട് എന്നൊക്കെ പറയും. എന്നാൽ അത് വായിക്കുന്നതോട് കൂടി തന്നെ സുധാകര മാഷിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ആ ഒരു പേപ്പർ അങ്ങ് ചുരുട്ടിക്കൂട്ടി അത് കീരി അങ്ങ് വലിച്ചെറിയും. അന്നേരം വേദ ദേഷ്യത്തിൽ സുധാകര മാഷെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് സുധാകര മാഷ് പറഞ്ഞിട്ട്, രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിയിരിക്കുന്ന സുധാകര മാഷിത ഇപ്പോൾ പീഡന കേസിൽ അകപ്പെട്ട പ്രതിയുടെ അച്ഛനായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് സഹിക്കാൻ കഴിയുന്നില്ലട്ടോ. കമലമ്മ പറഞ്ഞിട്ട്, ഇല്ല മാഷെ, അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ മോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളല്ലേ നമ്മുടെ മോനെ വളർത്തിയത്, നമ്മുടെ മോൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നെന്താ മാഷിന് തോന്നുന്നുണ്ടോ? എന്റെ മോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കമലമ്മ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ആ സമയത്തിന് മാഷ് വിഷ്ണുനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ വാതിലും ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്? ജനലും വാതിലൊക്കെ പോയി അങ്ങ് അടച്ചേക്ക്. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ ചോദ്യം ചോദിക്കാനായി ഇങ്ങോട്ടേക്ക് കടന്നു വരും. അന്നേരം വേദ പറഞ്ഞിട്ട്, ജനലും വാതിലൊക്കെ തുറന്നു തന്നെ ഇരിക്കട്ടെ, അങ്ങനെ അടച്ചു പൂട്ടിയിരിക്കാനും നാണം കെട്ടിരിക്കാനൊന്നും മാത്രമുള്ള തെറ്റൊന്നും ആരും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അച്ഛൻ വളർത്തിയ മക്കൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. അച്ഛന് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റൂ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്. ഇത് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് ഒന്നും മിണ്ടാതെ വേദ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, നാട്ടുകാർക്കൊക്കെ മുന്നിൽ വെച്ച് വിക്രം ഒരു തെറ്റുകാരനായിട്ടുണ്ടെങ്കിൽ അതേ നാട്ടുകാർക്ക് മുന്നിൽ തന്നെ വിക്രം യാതൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്ക് തെളിയിക്കാൻ പറ്റും. എനിക്കുറപ്പുണ്ട് വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ പ്രതിയെ ഞാൻ പോലീസുകാരനെ പിടിച്ചു കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളി പോലെ പറയാട്ടോ വേദ. ആ സമയത്തിന് വിനായകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് വിക്രമിനെ ചതിച്ചത് എന്ന കാര്യം വേദക്ക് അറിയാമോ എന്ന് ചോദിക്കും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിനായകൻ ചേട്ടന് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനായകൻ ആകങ്ങ് ചൂളിപ്പോവാണ്. എനിക്കാരും സംശയമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ശ്രീകാന്ത് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, തന്നോട് ശ്രീകാന്താണല്ലോ ആ പെൺകുട്ടിനെ വീടിന്റെ തൊട്ടടുത്ത് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ താമസിപ്പിക്കാൻ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് ശ്രീകാന്താണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോവാട്ടോ വിനായകൻ. എന്നാൽ വിനായകന് വിക്രമിനെ ചതിക്കുന്നതിന്റെ പറ്റിയിട്ട് യാതൊരുവിധ അറിവും ഉണ്ടാവില്ല. വേദങ്ങനെ വിനായകനോട് ചോദിക്കുന്നതിന്, ശ്രീകാന്ത് ചേട്ടനല്ലേ വിനായകൻ ചേട്ടനോട് ആ പെൺകുട്ടിയെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കും. വിനായകൻ ചേട്ടനല്ലേ ആ കുട്ടിനെ ആ വാടക വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത്, അതുകൊണ്ട് ആ കുട്ടീനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിക്കും. അന്നേരം വിനായകൻ പറഞ്ഞിട്ട്, അയ്യോ ആ കുട്ടീനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ആ കുട്ടി ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം, അതുപോലെ തന്നെ നാട് എവിടെയൊന്ന് പറയുന്നതും കേട്ടു. അല്ലാതെ ആ പെൺകുട്ടീനെ പറ്റിയിട്ട് മറ്റൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദ വളരെയധികം സംശയത്തോടു കൂടെ വിനായകനെ ഇങ്ങനെ നോക്കുകയാണ്. വേദ ഏതായാലും കമലമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വിനായകൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ സത്യമെല്ലാം തന്നെ വേദയോട് തുറന്നു പറഞ്ഞാലോ? ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ താൻ വാടകയ്ക്ക് ആ ഒരു വീടെടുത്ത് കൊടുത്തത് എന്ന കാര്യം വേദയോട് പറഞ്ഞാലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് വിനായകൻ. വേദ ഏതായാലും തിരിച്ച് തന്റെ വീട്ടിലേക്ക് തന്നെ കയറി വരും. വേദ വീട്ടിലേക്ക് വന്നതിന് ശേഷം ശ്രീകാന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കായിരിക്കും. ആ സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട്, വേദ ഞാൻ ചെയ്യാത്ത തെറ്റാണ് നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയും. ഇവൾ എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം ഇവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമെന്നൊക്കെ പറയട്ടെ ശ്രീകാന്ത്. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇവൻ തെറ്റുകാരനാണെന്ന കാര്യം വേദ എങ്ങാനും തെളിച്ചാൽ പിന്നെ എന്റെ മനസ്സിൽ മകൻ എന്ന സ്ഥാനം പിന്നെ ശ്രീകാന്തിന് ഉണ്ടാവില്ല എന്ന് പറയും. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരിക്കലും വിക്രമിനെതിരായിട്ട് അച്ഛൻ കളിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ വേദക്ക് മനസ്സിലാവുകയാണ്. വേദ പറയുന്നുണ്ട്, ഞാൻ ഏതായാലും പോകുന്നു, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്.
ഇനി എന്ത് വില കൊടുത്തും എന്റെ വിക്രമിനെ പുറത്തിറങ്ങിയേ പറ്റൂ. ഞാൻ കാരണമാണ് പാവം എന്റെ വിക്രം ഇത്രമാത്രം അനുഭവിക്കുന്നത്. എന്താണെങ്കിലും ശ്രീയേട്ടൻ ഒരു കാര്യം ഓർത്തോ, ഏട്ടൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നങ്ങ് പോകുന്നത്. വേദ അവിടെ നിന്ന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തന്നെ ദർശനെ കാണാൻ ശ്രമിക്കാട്ടെ വേദ ദർശനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം പറയും. അന്നേരം രമ്യയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ദർശൻ ചെകഞ്ഞെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല രമ്യ ദർശനെ കൂട്ടിക്കൊണ്ട് നേരെ ശങ്കരനാരായണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശങ്കരൻ ചോദിക്കുന്നുണ്ട്, നിന്നെ വിക്രം പീഡിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ എന്നായിരിക്കട്ടെ രമ്യയുടെ മറുപടി. ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് രമ്യയുടെ കരണം തീർത്തൊന്ന് പൊട്ടിക്കും. എന്നാൽ ശ്രീകാന്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ രമ്യയെ ഭീഷണിപ്പെടുത്തുന്നതോടുകൂടെ തന്നെ എല്ലാ സകല സത്യങ്ങളും രമ്യ തുറന്നു പറയുന്നുണ്ട്. വിക്രം തെറ്റുകാരനല്ല എന്നും ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ രമ്യ തുറന്നു പറയുന്നതോടെ വിക്രമിന്റെ നിരപരാധിത്വം അവിടെ തെളിയും. എന്നിട്ട് അവസാനത്തെ താക്കീത് പോലെ ശങ്കരനാരായണൻ ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, വിക്രമും വേദയും അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, നീ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ അവസാനമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പവിത്രം സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും